സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമുക്ക് കുഞ്ഞിരാമേട്ടൻ്റെ കഥ കേൾക്കാം. നല്ല മനുഷ്യനായിരുന്നു കുഞ്ഞിരാമേട്ടൻ. സത്യസന്ധൻ, സരസൻ. കുഞ്ഞിരാമേട്ടനെ കാണുമ്പോഴേ നമുക്ക് ചിരി വരെ ചെയ്യുക. ആളൊന്നും പറയണ്ട, പ്രവർത്തിക്കണ്ട. ആൾ കണ്ടാൽ ആളെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോടോത്തിപ്രാവിൻ്റെ ശബ്ദത്തിനോട് സാമ്യമുള്ളൊരു ശബ്ദമാണ് മൂപ്പരുടെ. ഇപ്പോൾ നമ്മൾ വളരെ അടുപ്പുള്ള ഒരാൾ, അല്ല അടുപ്പില്ലാത്തൊരാൾ കുഞ്ഞിരാമേട്ടനെ വിളിക്കുകയാണ്. കുഞ്ഞിരാമേട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ എന്ന് വിളി കേൾക്കും. ഇനി കുറച്ചും കൂടി അടുപ്പുള്ള ഒരാളാണ് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ആ അങ്ങനെ വിളി കേൾക്കും. ഇനി നമ്മൾ നന്നായി അടുപ്പുള്ള ഒരാളാണ് വിളിക്കുന്നത്, കുഞ്ഞിരാമേട്ടോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ആ ആ അങ്ങനെ. അതിലാണ് അടുപ്പങ്ങളെ തിരിച്ചറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ കുഞ്ഞിരാമേട്ടൻ കൈക്കോട്ടുണ്ടാവുന്നുള്ളത് ഇങ്ങനെ കുത്തി പിടിക്കും, നിൽക്കും. ആ അപ്പോഴും വന്നാൽ ഞാൻ അച്ഛനും കാണാറുണ്ട്, ചോദിക്കാറുണ്ട്, ഒരു സങ്കടം വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർ രസമാണ്. ആൾ പഴയ കാലത്ത് 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര പഠിപ്പാണെന്നാണ് പറയുന്നത്. ആൾ പറയും ആ അപ്പോഴത്തെ പഠിപ്പൊക്കെ എന്ത് പഠിപ്പ്, അന്ന് കാലത്തെ പഠിപ്പല്ല പഠിപ്പ്. അതാണ് തപ്പിത്തടഞ്ഞ് വായിക്കാനൊക്കെ അറിയാം. ഈ പഞ്ചായത്തിൽ നിന്ന് വില്ലേജിൽ നിന്ന് കൊട്ടിയറിയിപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മൂപ്പർക്ക് ചെണ്ട കൊട്ടാനറിയാം. ചെണ്ട കൊട്ട എന്ന് പറഞ്ഞാൽ കാളകളിക്കൂട്ടുണ്ടല്ലോ അത്. അപ്പോൾ ടങ്കറ 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 എന്ന് കൊട്ടിയിട്ട് ഇതൊക്കെ കവലകളിൽ നിന്നിട്ട് അറിയിപ്പുകൾ വിളിച്ച് പറയാം. അങ്ങനെ ആൾ പ്രശസ്തനാണ്. അതിൻ്റെ പേരിൽ ഒരിത്തിരി കഥയൊക്കെ ഉണ്ട് മൂപ്പർക്ക്. നല്ല നാട്ടുപണിക്കാരനാണ്. അതായത് കണ്ടം കളിക്കൽ, കണ്ടം പൂട്ടൽ, വരമ്പ് വയ്ക്കൽ, വേലികെട്ടൽ വിദഗ്ധനാണ് ആൾ. അതിന് പുറമെ കാളകളി കളിക്കും. കാളകളിയുടെ ആശാനാണ് മൂപ്പർ. ചെണ്ട കൊട്ടുകയും ചെയ്യും, കളിക്കുകയും ചെയ്യും. അപ്പോൾ അന്നൊക്കെ നേരം വെളുത്ത് വരുമ്പോൾ ഞങ്ങളുടെ കിഴക്കേപ്പുറം പാടമാണ്, വലിയ പാടമാണ്, കടുവാക്കുഴി പാടം. ആ പാടത്തിൻ്റെ നടുക്കിന്ന് കുഞ്ഞിരാമേട്ടൻ്റെ കാളപ്പാട്ട് കേൾക്കാം. ഉഴവ് പാട്ട്, കളപ്പാട്ടല്ല, ഉഴവ് പാട്ട്. നേരം വെളുത്തട പോത്ത് കാക്കാരഞ്ഞട പോത്ത് വേഗം നടക്കട പോത്ത് വോ 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 എന്ന് പറയാം. അപ്പം ഞങ്ങൾക്ക് അറിയാം കുഞ്ഞിരാമേട്ടനാണ് അതെന്നുള്ളത്. അങ്ങനെ നല്ലൊരു മനുഷ്യൻ. കുംഭം, മീനം, ഭരണി വേലകൾ വരുമ്പോൾ അവിടെയൊക്കെ കുഞ്ഞിരാമൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ക്ഷേത്രങ്ങളുടെ പേര് മറന്നല്ലോ. കുറുമ്പലാവിൽ ഒരു ക്ഷേത്രമുണ്ട്, അതുപോലെ പുത്തുമ്പടിയിലുണ്ട് ഒരു ക്ഷേത്രം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു തറവാട്ടമ്പലമുണ്ട്, ഞാറ്റെട്ടിക്കാര അമ്പലം എന്ന് പറയും. അവിടെയൊക്കെ കുഞ്ഞിരാമേട്ടൻ സജീവമായിട്ടുണ്ടാവും. രസമാണ് കുഞ്ഞിരാമേട്ടൻ്റെ കളകളി കൊട്ടും കാളകളി പാട്ടും. കുഞ്ഞിരാമേട്ടൻ എങ്ങനെ പാടുന്നറിയാം കാളപ്പാട്ട്. കുഞ്ഞെന്തോ കുഞ്ഞെന്തോ ഞാൻ ഇന്നൊരു പണി ചെയ്ത് അട്ടത്തിരിക്കണ് തേങ്ങമുറി എടുത്തിട്ട് നെല്ലിക്കോടെടുത്ത് ഒരു പൂം കൊടുത്ത് ഒലക്ക കൊണ്ടമ്മ കാതുകുത്തി ഒരല് കൊണ്ടമ്മ തോടയിട്ട് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരുമായിട്ടും വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ആളൊക്കെയാണ്. പക്ഷെ വീട്ടിൽ മൂപ്പരങ്ങനെയല്ല. വീട്ടിലും ആൾ പുലിയാണ്. മൂപ്പര മകനുണ്ട്. ഞങ്ങളൊക്കെ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു. എന്നെക്കാളും താഴെയാണ് അവൻ. അന്ന് ഞങ്ങൾക്ക് കുഞ്ഞിരാമൻ്റെ പൊടിക്കൈ എന്ന പേരിലൊരു പാഠം പഠിക്കാണ്ടായിരുന്നു 2ാം ക്ലാസ്സിൽ. അത് അറുപിശുക്കനായ ഒരു പണയമെടുപ്പുകാരൻ്റെ കഥയായിരുന്നു. പാത്രം പണയെടുക്കും. പണയെടുത്തിട്ട് അവർ പണയം തിരിച്ചെടുക്കാൻ വരുമ്പോൾ ഒരു ചെറിയ പാത്രം കൂടി കൊടുക്കും അവർ.
ചോദിക്കുമ്പോൾ പറയും ഈ പാത്രം പ്രസവിച്ചതാണ്. അപ്പോൾ അവർക്ക് സന്തോഷമാവുമല്ലോ കിട്ടുമ്പോൾ, ഈ ചെറിയ പാത്രം കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ. അങ്ങനെ വന്നവർക്കൊക്കെ, ആദ്യം വെച്ചവർക്കൊക്കെ ചെറിയ പാത്രങ്ങളും കൂടി കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇത് കണ്ടപ്പോൾ നാട്ടിലത്തെ എല്ലാവരും ഇങ്ങനെ എടുത്ത് പാത്രം പണയം വയ്ക്കാൻ കൊണ്ടുവന്നു. അവർ അവധി കഴിഞ്ഞിട്ട് ചെന്നപ്പോഴേ ചെറിയ പാത്രം കൊടുത്തില്ല. അപ്പോൾ ഇവർ ചോദിച്ചു കുട്ടി എവിടെയെന്ന് ചോദിച്ചു. പറഞ്ഞു കുട്ടി പ്രസവിച്ച കുട്ടിയൊക്കെ ചത്തുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ രസകരമായൊരു കഥയായിരുന്നു അത്. അപ്പോൾ കുഞ്ഞിരാമേട്ടന് ഈ കഥനെ പറ്റിയൊന്നും അറിയില്ല. ആൾ രാത്രി പണി കഴിഞ്ഞ് വന്ന് 2 കുപ്പിയൊക്കെ അട്ടിച്ച് വന്ന് തൂണും ചാരി ഇരിക്കുമ്പോഴാണ് മകൻ പാടമായി ഇരിക്കുന്നത്. ഈ പാടം പാടം തുടങ്ങി. പാടം 2 കുഞ്ഞിരാമൻ്റെ പൊടിക്കൈ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിരാമേട്ടൻ ഇങ്ങനെ കാക്ക നോക്കണ മാതിരി ഒരു നോട്ടം നോക്കിയവന്. ഇവ അറിയാണ്ട് വായന തുടർന്നു. ഒരിടത്ത് പിശുക്കനായ കുഞ്ഞിരാമൻ എന്ന ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ കുഞ്ഞിരാമൻ്റെ ദേഷ്യം വന്നു. അവിടുന്ന് ചാടി എന്നിട്ടു. ഓ ഓ അത്രക്കായ കാർന്നുമാരെ കളിയാക്കാൻ പഠിക്കണ്ട, ഹൈസ്കൂളിലേക്ക് പോകുന്നത് എന്നും പറഞ്ഞ് ആ പുസ്തകം മേടിച്ച് കീറി അട്ടിപ്പിലിട്ടു. ഇവൻ നഞ്ഞത്തടിച്ച് നിലത്തുരുണ്ട് ഭയങ്കര നിലവിളിയായി. അതിലൊക്കെ ഓടിക്കൂടി. കേട്ടവർക്കൊക്കെ ചിരി വന്നത് കേട്ടപ്പോൾ. കുഞ്ഞിരാമേൻ്റെ കഥയൊന്നും പിടിയിട്ടില്ല. നാടറിഞ്ഞു. പിന്നെ സ്കൂളിലറിഞ്ഞു. കന്യാസ്ത്രീ മഠമായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത്. ദയാലുക്കളായ കന്യാസ്ത്രീകൾ ഒരു പഴയ പുസ്തകം സംഘടിപ്പിച്ച് ഇവന് കൊടുത്തു. അങ്ങനെ പ്രശ്നം സോൾവായി. അതിനാണ് കുഞ്ഞിരാമേട്ടൻ. കുഞ്ഞിരാമേട്ടൻ്റെ കുറേ കഥകൾ ഇനിയുണ്ട്. അത് കുറച്ച് ഗ്യാപ്പിട്ട് അത് പറയാം. അപ്പോൾ ഇന്നത്തെ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം.